LPG പ്രതിസന്ധിക്കിടെ ഒരു ടാങ്കർ കൂടി ഇന്ത്യൻ തീരത്തെത്തും. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കിംവദന്തികളിൽ വിശ്വസിക്കരുതെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. LPG പ്രതിസന്ധി അടക്കം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. നോബൽ വാരിക്കാരൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. നോബൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് മംഗളൂരു തീരത്ത് 17,600 മെട്രിക് ടൺ LPGയുമായി ഒരു കപ്പൽ നങ്കൂരമിട്ടു എന്നുള്ളത്. ഇനി മറ്റൊരു കപ്പൽ കൂടി എത്തുകയാണ് പാചകവാതകവുമായി. കൂടുതൽ കപ്പലുകൾ എത്തുമെന്നുള്ള സൂചന തന്നെയല്ലേ പെട്രോളിയം മന്ത്രാലയം നൽകിയത്? ഇന്ന് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള ഈ യോഗത്തിന്റെ വിശദാംശങ്ങൾ കൂടി. ആര്യശ്രുതി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഒരു കപ്പൽ കൂടി LPGയുമായി ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയാണ്. മംഗളൂരിലേക്കാണ് എത്തുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മൊത്തം 5 രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാനുള്ള അനുമതി ഇതിനോടൊപ്പം തന്നെ ഇറാൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കപ്പലുകൾ എത്തുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിലടക്കം കേന്ദ്രം വ്യക്തമാക്കിയത് 5 കപ്പലുകളിൽ LPGയുമായി എത്തും എന്നതാണ്, ടാങ്കറുകൾ എത്തും എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഇന്നലെ അപ്പോളോ ഓഷ്യൻ എന്ന കപ്പൽ എത്തിയിരുന്നു മാംഗ്ലൂർ തീരത്ത്. അതിന് പിന്നാലെയാണ് ഒരു കപ്പൽ കൂടി ഇന്നിപ്പോൾ മാംഗ്ലൂർ തീരം തുടങ്ങുന്നത്. വലിയ തരത്തിൽ ഇത് ഇന്ധന പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ എത്തിയ കപ്പലിൽ നിന്ന് ഉടൻ തന്നെ അവയിലുണ്ടായിരുന്ന അസ്വസ്ഥ എണ്ണയും അതോടൊപ്പം മറ്റ് LPG അടക്കമുള്ള വാതകങ്ങൾ പുറത്തേക്ക് ഇറക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ എത്തുന്ന കപ്പലിൽ നിന്ന് എത്രയും വേഗം തന്നെ അത് പുറത്തിറക്കി വിവിധ മേഖലയിലേക്ക് വിതരണം ചെയ്യാൻ നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നത്. അതേസമയം ഇന്നാണ് ഈ പശ്ചിമേഷ്യ സംഘർഷം ചർച്ച ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വിളിച്ച ഈ മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. ഇന്ന് വൈകിട്ടാണ് യോഗം. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. അതേസമയം കേരളം അടക്കം തിരഞ്ഞെടുപ്പടക്കം സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അവിടുത്തെ ചീഫ് സെക്രട്ടറിമാർ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ചീഫ് സെക്രട്ടറിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് വീണ്ടും ഒരു പ്രത്യേക യോഗം ചേരും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ യോഗത്തിലേക്ക് വിളിക്കാത്തത് എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട് മുഖ്യമന്ത്രിമാരുമായി സംസാരിക്കുകയാണ്. സാഹചര്യം കൃത്യമായി തന്നെ വിലയിരുത്തും. പ്രത്യേകിച്ച് കോവിഡ് സമയത്തടക്കം ഇത്തരത്തിൽ അവലോകന യോഗങ്ങൾ നടത്തി നമ്മൾ ഓർക്കുന്നുണ്ട്. അതേപോലെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും ഇന്ധന പ്രതിസന്ധി ഒരു വലിയ കീറാമുട്ടിയെ അവശേഷിക്കുന്ന സാഹചര്യമുണ്ട്. പലയിടത്തും വലിയ ക്യൂകൾ ഉണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾക്ക് വലിയ ഈ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് കിട്ടാത്തൊരു പ്രതിസന്ധിയൊക്കെ ഉണ്ട്. ഇതൊക്കെ പരിഹരിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ സംസ്ഥാനങ്ങൾ ശേഖരിച്ചു എന്നറിയുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ അവലോകന യോഗം മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വൈകിട്ട് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, നോബൽ വാരിക്കാരനാണ് അതിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൂടുതൽ കപ്പലുകൾ എത്തുന്നു എന്നാണ് കേന്ദ്രം അറിയിക്കുന്നത്.